ഹായ് മക്കളെ, നമുക്കിന്ന് കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഗ്രാഫിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം പറയാം. കാരണം ഈ ഗ്രാഫ് ബേസ്ഡ് ആയിട്ടുള്ള നല്ലപോലെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നീറ്റിന് ചോദിക്കാറുണ്ട്. രണ്ട് ഗ്രാഫ് ഏതൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ എൽ എൻ കെയും അതേപോലെ 1/t തമ്മിലുള്ള ഗ്രാഫിനെ കുറിച്ചാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പോൾ നമുക്കറിയാം അർഹീനിയസ് ഇക്വേഷൻ കെ ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. അതിന് ലോഗൊക്കെ അപ്ലൈ ചെയ്ത് എൽ എൻ ഒക്കെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഒരു ബേസിക് ഇക്വേഷൻ കിട്ടും. അതായത് എൽ എൻ കെ ഈക്വൽ ടു എൽ എൻ എ മൈനസ് ഇ എ ബൈ ആർ ടി എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഇത് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇപ്പോൾ ഒരു ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള ഒരു ഇക്വേഷൻ പ്രകാരം വൈയും എക്സും തമ്മിൽ ഗ്രാഫ് വരച്ചാൽ എക്സിന്റെ തൊട്ടടുത്തുള്ള എമ്മിനെ പറയുന്ന പേര് സ്ലോപ്പാണ്, പിന്നെ സീനെ പറയുന്ന പേര് y ഇന്റർസെപ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെ ഗ്രാഫ് വരക്കുന്നത്, എൽ എൻ കെയും 1/t തമ്മിലാണ് ഗ്രാഫ് വരക്കുന്നത്. അതായത് എൽ എൻ കെ ഇതാണ് എന്ത് 1/t. അപ്പോൾ 1/tന്റെ തൊട്ടടുത്ത് വരുന്ന മൈനസ് ഇ എ ബൈ ആർ ആണ് നമുക്ക് എന്തായിട്ട് വിളിക്കുക, സ്ലോപ്പായിട്ട് വിളിക്കുക. ബാക്കിയുള്ള ഈ എൽ എൻ എനെ പറയുന്ന പേരാണ് y ഇന്റർസെപ്റ്റ്. അപ്പോൾ ഈ y ഇന്റർസെപ്റ്റ് എന്തായിരിക്കും, എൽ എൻ എ ആയിരിക്കും. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തായിരിക്കും, മൈനസ് ഇ എ ബൈ ആർ, നെഗറ്റീവ് സ്ലോപ്പാണ്. അതുകൊണ്ടാണ് താഴോട്ട് വരച്ചു വെച്ചിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഗ്രാഫ് പ്രകാരമാണ് നീറ്റ് 2021 ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ചോദ്യം നമുക്ക് നോക്കാം. ദ സ്ലോപ്പ് ഓഫ് അർഹീനിയസ് പ്ലോട്ട് എൽ എൻ കെ വേഴ്സസ് 1/t. എൽ എൻ കെയും 1/t തമ്മിൽ ഗ്രാഫ് വരച്ചപ്പം കിട്ടിയ സ്ലോപ്പ് അവർ തന്നിട്ടുണ്ട്. എത്ര സ്ലോപ്പ്, എത്ര, -5 × 10⁻³ അപ്പൊ നമുക്കറിയാം എൽ എൻ കെയും 1/t തമ്മിൽ ഗ്രാഫ് വരച്ചാലുള്ള സ്ലോപ്പ് മൈനസ് ഇ എ ബൈ ആർ. അപ്പൊ അവർ ആക്ച്വലി ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത് മൈനസ് ഇ എ ബൈ ആർ ആണ്, -5 × 10⁻³ ആയിട്ട് അല്ലെ, -5 × 10⁻³ ആയിട്ട് തന്നിട്ടുള്ളത്. അതായത് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് സ്ലോപ്പ് തന്നു, മീൻസ് മൈനസ് ഇ എ ബൈ ആർ തന്നു. അതെത്ര, -5 × 10⁻³. എന്നിട്ട് ചോദ്യം എന്താണെന്ന് അറിയോ, ആക്ടിവേഷൻ എനർജി എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ആക്ടിവേഷൻ എനർജി എന്ന് വെച്ചാൽ ഇ എ, അതായത് ഇ എ കണ്ടുപിടിക്കണം. ഈ നെഗറ്റീവും കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് എഴുതി വെക്കാം, ഇ എസ് ഈക്വൽ ടു ആർ × 5 × 10⁻³ എന്ന് എഴുതാം. ഈ ആറിന്റെ വാല്യൂ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾക്ക് ആക്ടിവേഷൻ എനർജി എന്തിലാ വേണ്ടത് നോക്കിക്കേ, കിലോ ജൂളിലാണ് വേണ്ടത് അല്ലേ. അപ്പോൾ കിലോ ജൂൾ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ ആറിന്റെ വാല്യൂ എന്താ കൊടുക്കണ്ടേ, 8.314 × 10⁻³ എന്ന് കൊടുത്താൽ മതി. കലോറിയിൽ വേണമെന്നുണ്ടെങ്കിൽ 2 എന്ന് കൊടുത്താൽ മതി. കിലോ കലോറി വേണമെന്നുണ്ടെങ്കിൽ 2 × 10⁻³ എന്ന് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇവിടെ അറിയേണ്ടത് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് മൈനസ് ഇ എ ബൈ ആർ ആണ്. അപ്പൊ അവർ തന്ന സ്ലോപ്പ് ആക്ച്വലി മൈനസ് ഇ എ ബൈ ആറുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും ആക്ടിവേഷൻ എനർജി എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഒരു ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പൊ ആ കാര്യം പ്രത്യേകമായിട്ട് നോക്കുക. ഒറ്റൊരു കാര്യം കൂടി പറയാം. ചില സമയത്ത് എൽ എൻ കെയും 1/tക്കും പകരം ലോഗ് കെയും 1/t തമ്മിലുള്ള ഗ്രാഫ് തരും. അപ്പൊ ഇക്വേഷൻ മാറും, എൽ എൻ കെക്ക് പകരം ലോഗ് കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ലോഗ് കെ ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 ആർ ടി ആണ്. അപ്പൊ ലോഗ് കെയും 1/t തമ്മിലല്ല ഗ്രാഫ് വരക്കുന്നത്. ലോഗ് കെയും 1/t തമ്മിൽ ഗ്രാഫ് വരച്ചാൽ അവിടുത്തെ സ്ലോപ്പ് എന്താ, മൈനസ് ഇ എ ബൈ 2.303 ആർ ആണ്. വേറെ മാറ്റമൊന്നുമില്ല. മറ്റോടത്തെ സ്ലോപ്പ് മൈനസ് ഇ എ ബൈ ആർ ആണെങ്കിൽ ഇവിടുത്തെ സ്ലോപ്പ് മൈനസ് ഇ എ ബൈ 2.303 ആർ ആണ്. അവിടെ y ഇന്റർസെപ്റ്റ് എൽ എൻ എ ആണെങ്കിൽ ഇവിടെ y ഇന്റർസെപ്റ്റ് ലോഗ് എ ആണ്. അത്രേ മാറ്റമുള്ളൂ. അപ്പൊ ഈ രണ്ട് ഗ്രാഫും ഡീറ്റെയിൽ ആയിട്ടും പഠിക്കണം. അതിലുള്ള സ്ലോപ്പ് എന്താ, y ഇന്റർസെപ്റ്റ് എന്താണെന്ന് അറിയണം. അത് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ കൺസെപ്റ്റ് നല്ലപോലെ എന്ത് ചെയ്യുക, ക്ലിയർ ആക്കി വെക്കുക. നല്ലപോലെ നിങ്ങൾ നീറ്റിന് അത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് വീണ്ടും ഇതേപോലെ വീഡിയോ അടുത്ത സെക്ഷനിൽ എടുക്കാം. അതുവരെ